വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ആ മാംഗോ ജ്യൂസ് മിക്സ് ചെയ്ത് അത് കുടിക്കുന്ന നീലിമയ്ക്കാണെങ്കിൽ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ്. കണ്ണൊക്കെ ഒരുമാതിരി ചിമ്മുന്നുണ്ട്. അന്നേരം പണി തുടങ്ങി എന്നൊക്കെ ജഗദീപ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണു സ്കൂളിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് എച്ച് റൂമിൻ്റെ അടുത്ത് അകത്ത് നോക്കുമ്പോൾ അവിടുത്തെ പിയൂണാണെങ്കിൽ അവിടെ പൊടിയൊക്കെ തട്ടി മേശപ്പുറമൊക്കെ അതൊക്കെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം എച്ച് നല്ലത് ഇങ്ങനെ ഇവരെ പോലുള്ള ആളുകളാണ്. പക്ഷേ എച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു ടീച്ചർ പോകുന്നുണ്ട്. അന്നേരം ടീച്ചറിൻ്റെ അടുത്ത് ഈ ഓഫീസിലെ നമ്പർ ചോദിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം അങ്ങോട്ടത്തേക്ക് മാറി നിന്നിട്ട് വിഷ്ണു ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ പിയൂണാണ് ഫോൺ എടുക്കുന്നത്. എന്നിട്ട് എച്ചമാണോ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പിയൂണാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ലാൻഡ് ഫോണിൽ ആദ്യം ബെല്ലടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ആരാ ഇതിലേക്ക് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് പിയൂൺ ഫോൺ എടുക്കുന്നത്. അന്നേരം എച്ചമ്മിനെ ഒന്ന് കാണാനാണ് എപ്പോൾ വരും എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഉച്ച 2 മണി വരെ എച്ചം ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ആ ശരി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ വയ്ക്കുന്നുണ്ട്. കുറച്ച് അപ്പുറത്തോട്ട് മാറി നിന്നാണ് വിഷ്ണു ഫോൺ ചെയ്യുന്നത്. അന്നേരം ഇയാൾ ഇങ്ങനെ വീണ്ടും വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തന്മാർ. വെറുതെ ഒരു കാര്യവുമില്ല, വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ എച്ചമ്മിൻ്റെ റൂമിലേക്ക് കയറുന്നുണ്ട്. അന്നേരം എച്ചം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല, 2 മണി വരെ ഇല്ല, എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിൽ നമ്പർ തരാം, പക്ഷേ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, മീറ്റിങ്ങിലായിരിക്കും, ഫോൺ എടുക്കാനൊന്നും സമയം കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എച്ചമ്മിനെ കാണേണ്ടതായിരുന്നു. എൻ്റെ മകൾ സത്യഭാമ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, അപ്പോൾ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട് പത്മിനി. അപ്പോൾ എൻ്റെ മകൾ ജനിച്ച അതേ ഡേറ്റിൽ തന്നെയാണോ പത്മിനിയും ജനിച്ചത് എന്നറിയാനാണ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാണ് പത്മിനി എന്ന് പറയുന്ന കുട്ടിക്ക് എൻ്റെ മകൾക്കൊരു ബർത്ത്ഡേക്ക് അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്നുണ്ട്, അതിന് വേണ്ടിയിട്ടായിരുന്നേ എന്ന് പറയുകയാണ്. അന്നേരം അത് രജിസ്റ്റർ നോക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് ഇച്ചമുണ്ടെങ്കിലേ നടക്കൂ എന്ന് പറയുകയാണ്. അന്നേരം അത് നോക്കണം എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അതിൽ പാടാണ് എന്നിങ്ങനെ പിയൂൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തിട്ട് ഈ പിയൂണിൻ്റെ പോക്കറ്റിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. പാടാണെങ്കിൽ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇത് മതിയോ ആകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. രണ്ടുപേരും കള്ളലക്ഷണം തന്നെയാണ്. വിഷ്ണുവിനാണെങ്കിൽ ഇങ്ങനെ ഒളിച്ച് കാര്യം കണ്ടുപിടിക്കാനുള്ള ശ്രമവും ഇയാൾ ഈ പൈസ വാങ്ങിയ വെപ്രാളവും ഒക്കെയാണ്. അന്നേരം സാറൊന്ന് പുറത്തായിട്ടിരിക്കുക, ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ പ്രശ്നമാണ്, കയ്യോടെ അങ്ങ് നോക്കിക്കളയാം, ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാം എന്നിങ്ങനെ ഈ പിയൂൺ പറയുന്നുണ്ട്. തുടർന്ന് ഈ പിയൂണാണെങ്കിൽ രജിസ്റ്ററും എടുത്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. 2 പേരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ഒക്കെ ഇതിലുണ്ട് എന്ന് പറഞ്ഞ ആ ബുക്ക് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് അത് കാണുമ്പോൾ വിഷ്ണു ആകെ ഇങ്ങ് അന്തം വിടുന്നുണ്ട്. വിഷ്ണു ഒരു നിമിഷം ഇങ്ങനെ സ്റ്റക്കായിരുന്ന പോലെ നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അന്നേരം പോക്കറ്റിൽ സാറിൻ്റെ കാശ് കിടക്കുന്നുണ്ട്, എനിക്ക് മിണ്ടാനും വഴിയില്ലല്ലോ, പെട്ടെന്നാട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ പിയൂൺ ഇങ്ങനെ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു പറയുകയാണ്, ഇത് നമ്മൾ 2 പേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ടാന്ന്. അന്നേരം ഈ പിയൂൺ ആ പോക്കറ്റ് തട്ടിക്കൊണ്ട് പറയുകയാണ്, അതെ എനിക്ക് സാറിനോട് അത് തന്നെയാണ് പറയാനുള്ളത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ച് രജിസ്റ്ററുമായിട്ട് പോകുന്നുണ്ട് അകത്തേക്ക്. വിഷ്ണു ആണെങ്കിൽ ആ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ 2 പേരും ജനിച്ചിരിക്കുന്നത് ഒരേ സമയത്തും ഒരേ സ്ഥലത്തുമാണ്. കാര്യങ്ങൾ കുറച്ചൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അന്ന് സത്യഭാമ വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ച് 2 പേരുടെയും പിറന്നാൾ ആഘോഷിച്ച സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓർത്തിട്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ഇതേസമയം അവിടെ സുസ്മിതയാണെങ്കിൽ വീട്ടിൽ വരുന്നുണ്ട്. സുസ്മിത വന്ന് ഹാളിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് സെറ്റിൽ ഇങ്ങനെ കിടക്കുന്ന നീലിമയെ ശ്രദ്ധിക്കുന്നത്. അന്നേരം വിളിക്കുന്നുണ്ട്, ഹലോ ഹലോ എന്നൊക്കെ തട്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് വിളി കേൾക്കുന്നില്ല, ഉണരുന്നുമില്ല. നീലിമയാണെങ്കിൽ ബോധം കെട്ടോലെയും കിടക്കുകയാണ്. തുടർന്ന് ജഗദീപേ എന്ന് ജഗദീപിനെയും വിളിക്കുന്നുണ്ട്. ഇയാളിത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ നീലിമയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഉണരുന്നുണ്ട്. ഉണർന്ന് സെറ്റിലേക്ക് എഴുന്നേറ്റിരിക്കുകയാണ്. തുടർന്ന് നീയാണോ എന്നെ കാണണമെന്ന് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ തന്നെ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് കാര്യമൊന്നും പറഞ്ഞ് നീലിമ പതിയെ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ കറങ്ങി അടിച്ചങ്ങ് സെറ്റിയിലേക്ക് വീണ്ടും വീഴുകയാണ്. എന്തോ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നാവൊക്കെ കുഴഞ്ഞ് ഒരുമാതിരി ആടി ഉലഞ്ഞങ്ങിരുന്ന് വീണ്ടും അങ്ങ് കിടക്കുകയാണ്. തുടർന്ന് ജഗദീപ് വന്ന് ആ സ്റ്റെയറിൻ്റെ ലാൻഡിങ് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ആ സുസു എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് ഇറങ്ങി വാന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് വന്നിട്ട് ഇവൾ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇവിടെ നിന്നൊരു മാംഗോ ജ്യൂസ് കുടിച്ചു, പിന്നെ വരുന്ന വഴിക്കെങ്ങാണോ അടിച്ചിട്ട് വന്നോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാന്ന് ജഗദീപ് പറയുന്നുണ്ട്. അന്നേരം ഇവൾ എന്തിനായിരിക്കും എന്നെ കാണാൻ വന്നത്, എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും NM ഹോസ്പിറ്റലിലെ നഴ്സാണെന്ന് പറഞ്ഞു, പിന്നെ കമാനരക്ഷണം വേണ്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഇനി തല ചുറ്റുന്നു എന്നും പറഞ്ഞ് ഇവിടെ വന്ന് കിടന്നതാണെന്നൊക്കെ ജഗദീപ് പറഞ്ഞിട്ട് ജഗദീപ്
സെറ്റിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് സെറ്റിയുടെ മുകളിലേക്ക് കയറിയിട്ട് ഇതിങ്ങനെ നീലിമയുടെ അടുത്തേക്ക് ഇങ്ങനെ മുഖം കൊണ്ടുപോവുകയാണ്. അന്നേരം എന്ത് കാണിക്കാൻ പോകുകയെന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ അല്ല മണം ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് മണത്ത് നോക്കിയിട്ട് മണമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം എന്നാലും അവൾ എന്തിനായിരിക്കും എന്നെ കാണാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ സുസ്മിത ചിന്തിച്ച ശേഷം അപ്പോൾ സുസ്മിതയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അതിന് മുന്നേ ജഗതി പറയുന്നുണ്ട് ചിലപ്പോൾ വല്ല കിഡ്നി പേഷ്യൻറ്റിൻ്റെയും പറഞ്ഞ് പൈസ വാങ്ങാനായിരിക്കും, അല്ലാതെ വേറൊരു കാര്യം കാണില്ല, ഇനി മണമില്ലാത്ത എന്തെങ്കിലും സാധനം അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ജഗദീപം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അന്നേരം ജഗദീപ് ഇങ്ങനെ എത്തി ഒലിഞ്ഞ് നോക്കുകയാണ്. അതിന് മുന്നേ മോരും വെള്ളം ഇനി അടിച്ചിട്ടാണ് വന്നെങ്കിൽ മോരും വെള്ളം കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ തെളിയുമല്ലോ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വരുമ്പോൾ ഈ ജഗദീപ് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അന്നേരം സുസ്മിത ഫോൺ എടുത്തിട്ട് ഹലോ എന്നാക്കിയിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ജഗദീപിനോട് പറയുന്നുണ്ട് ഒരു സെക്കൻഡ് പോലും ഇവിടെ കിടത്തിയേക്കല്ലേ, തലയിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് തെളിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഫോണും കൊണ്ട് സുസ്മിത അങ്ങ് പോകുമ്പോൾ ജഗദീപ് പറയുകയാണ് എന്തായാലും പറയാൻ വന്ന കാര്യം ഗോവിന്ദ എന്നും പറഞ്ഞ് ജഗദീപ് സന്തോഷിച്ച് നിൽക്കുകയാണ്. നീലിമ അന്നേരം ബോധം കെട്ട പോലെ അവിടെ സെറ്റിയിലങ്ങ് കിടക്കുകയാണ്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മ അവിടെ നിലം ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റ് ഔട്ടിലാണെങ്കിൽ അന്നേരം ശാലിനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തീർന്നില്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൃത്തിയാകട്ടെ, പിന്നെ ശാന്തയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചത് അവൾ ഇതും ചെയ്തോളാം എന്നൊക്കെ പറയും, എല്ലാത്തിനും അവളെ ബുദ്ധിമുട്ടിക്കല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് അത് മോപ്പ് പിടിച്ച് ശാലിനി വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വേണ്ട എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ഇന്നലെ വിഷ്ണുവേട്ടൻ സത്യ വിളിച്ചിരുന്നു, വേറൊരു നമ്പരിൽ നിന്നാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്തിനാ വിഷ്ണു വിളിച്ചതെന്ന്. അന്നേരം അത് എന്നും പറഞ്ഞ് ശാലിനിയുടെ മുഖം പെട്ടെന്ന് വാടുകയാണ്. വിഷ്ണു വഴക്ക് പറഞ്ഞ് ആലോചിച്ചിട്ട് തുടർന്ന് ആ ബക്കറ്റിൽ വെള്ളം ശ്രദ്ധിച്ചിട്ട് വെള്ളം മോശമാണല്ലോ ഞാൻ മാറ്റിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ആ ബക്കറ്റ് വെള്ളവുമായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ മോപ്പ് അവിടെ വെച്ചിട്ട് അവിടെ ഇല കുടുംബശ്രീയിലേക്ക് ഹോട്ടലിലേക്ക് ഇല കൊണ്ടുവന്ന് വെച്ചിരുന്നു. അന്നേരം അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് ഒരെണ്ണം മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിഷ്ണു വരുന്നത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിലൊക്കെയാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. അന്നേരം വിഷ്ണു എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ അവിടെ തന്നെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് വാന്ന് ശാരദാമ്മ വിളിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അകത്തേക്ക് കയറുമ്പോൾ അകത്തേക്ക് ഇരിക്കുക ഞാൻ ശാലിനിയെ വിളിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ടാന്ന് പറയാം. അന്നേരം ഞാൻ ശാലിനിയെ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട എന്നിങ്ങനെ എടുത്ത് വിഷ്ണു ഉറക്കനെ പറയുകയാണ്. അന്നേരം ഇത് അകത്തുനിന്ന് വെള്ളമായിട്ട് വരുന്ന ശാലിനി കേൾക്കുന്നുണ്ട്. ശാലിനി ആ വെള്ളം അവിടെ വെച്ചിട്ട് ജനലിലൂടെ ശ്രദ്ധിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിനുത്തരം ശാരദാമ്മ തന്നാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് ചോദിക്കുകയാണ് പപ്പിയെ പ്രസവിച്ച അന്ന് തന്നെയാണോ സത്യം പ്രസവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെയും ബർത്ത്ഡേ അന്ന് വീട്ടിൽ വെച്ച് ആഘോഷിച്ചത് ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ നാളിൻ്റെയോ ഡേറ്റിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ സ്കൂളിൽ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്, രണ്ടുപേരെയും പ്രസവിച്ചത് ഒരേ ദിവസമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിടുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അന്തം വിടുകയാണ്. അന്നേരവും ശാരദാമ്മ മിണ്ടുന്നില്ല. ശാരദാമ്മയെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ അകത്തേക്ക് വാ ഞാൻ ചായ എടുക്കാം എന്ന് പറയുകയാണ്. അന്നേരം നിൽക്ക് ശാരദാമ്മ എന്നെ എന്തിനാ എങ്ങനെയായിട്ട് വിഷമിപ്പിക്കുന്നത്, ഇപ്പോൾ ഈ ചായ എടുക്കലൊക്കെ ഒരു ഒഴിഞ്ഞു മാറൽ മാത്രമല്ലേ, ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, എനിക്കൊരു ജീവിതം വേണ്ടേ, അവൾക്കൊരു ജീവിതം വേണ്ടേ, നമുക്കൊരു കുടുംബ ജീവിതം വേണ്ടേ, എന്നെ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുത്തി എന്തിനാ വെറുപ്പിക്കുന്നത്, എൻ്റെ ജീവിതം എന്തിനാ ഇല്ലാതാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ വാശിയോടെയൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് മോൻ എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, മോൻ ഇതൊക്കെ ശാലിനിയോട് ചോദിച്ചുകൂടെയും ചോദിക്കുകയാണ്. അന്നേരം അവൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയല്ലേ, ശാരദാമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ശാരദാമ്മയെന്നും പറഞ്ഞ് അറ്റ്ലീസ്റ്റ് സത്യ പ്രസവിച്ച ഹോസ്പിറ്റൽ ഏതാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, മേഴ്സി ഹോസ്പിറ്റലാണോ അതേ VKM ആണോ എന്നിങ്ങനെയൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ ശാരദാമ്മയും ശാലിനിയും അന്ന് സത്യയും പപ്പിയും പ്രസവിച്ച കാര്യങ്ങളും കുഞ്ഞിനെ മാറ്റിയതും ഒക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓടുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അല്ല ശാലിനി അന്ന് സത്യയെ പ്രസവിച്ചത് ഇവിടെ ഒന്നും അല്ല, അന്ന് IAS ട്രെയിനിങ്ങിന് പോയില്ലേ അവിടെ വെച്ചാണ് പ്രസവിച്ചതെന്ന് പറയുമ്പോൾ വിഷ്ണു കൂടെ ദേഷ്യപ്പെടുകയാണ്. അത് എന്തിനാണ് ശാരദാമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത്, പപ്പിയെ പ്രസവിച്ചപ്പോൾ പിന്നെ ശാലിനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്കൂളിൽ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നോക്കി എന്നുള്ളത് എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും അറിയാവുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാരദാമ്മ അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ അല്ല IAS ട്രെയിനിങ്ങിന് പോയപ്പോൾ ഉള്ള സ്ഥലത്താണ്, ഇതെനിക്ക് അറിവുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, അന്ന് പപ്പി ശ്യാമ പ്രസവിച്ച അതേ ദിവസം അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് വേറൊരു റൂമിൻ്റെ അവിടെ പോയി ശാരദാമ്മ അന്ന് കരഞ്ഞത് ഓർമ്മയില്ലേ, അന്ന് അമ്മ ചോദിച്ചപ്പോൾ ശാരദാമ്മ എന്താ പറഞ്ഞത്, ഒരു പരിചയക്കാരൻ്റെ മകൾ പ്രസവിച്ച് കിടക്കുകയാണെന്ന് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ആകെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്.
അന്നേരം ശാരദാമ്മ ആ സംഭവം ഓർക്കുന്നുണ്ട്. സുസ്മിത അന്ന് സത്യഭാമയെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചത് ശാരദാമ്മ അവിടെ നിന്ന് കരയുന്ന എന്തിനാണെന്ന്. അന്നേരം അതിങ്ങനെ ഓർക്കുമ്പോൾ വിഷ്ണു വീണ്ടും ചോദിക്കുകയാണ്, അന്ന് ഒരു പരിചയക്കാരൻ്റെ മകളെന്നല്ലേ പറഞ്ഞത് അവിടെ പ്രസവിച്ച് കിടക്കുന്നത്, ആ പരിചയക്കാരൻ്റെ മകൾ ശാലിനി ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയും ശാലിനി ഇങ്ങനെ ഒരുപോലെ ഞെട്ടുകയാണ്. അന്നേരം അത് എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ തപ്പുമ്പോഴും ശാരദാമ്മയ്ക്ക് ഉത്തരം കാണില്ല എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ആ പരിചയക്കാരൻ്റെ മകളുടെ പേര് ശാലിനി അല്ലാതെ വേറൊരു പേര് മനസ്സിൽ കിടന്ന് തപ്പുകയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഒന്നും വിടുന്നില്ല. ശാലിനി അകത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. വിഷ്ണു ആകെ ദേഷ്യത്തിലും ആശയിലും ചൂടിലും ഒക്കെ തന്നെയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, സത്യങ്ങൾ എന്നായാലും മറന്നേക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും, അത് ഞാൻ കണ്ടുപിടിക്കുകയും തന്നെ ചെയ്യും. കാരണം ഇതെൻ്റെ ജീവിതമാണ്, എനിക്കെൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചേ മതിയാവും, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്, ഒച്ചെടുത്ത്. അന്നേരം ശാരദാമ്മയ്ക്കൊന്നും മിണ്ടാനായിട്ടും കഴിയുന്നില്ല. തുടർന്ന് ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വിഷ്ണു നല്ല സ്പീഡിൽ വണ്ടി എടുത്ത് അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, വിഷ്ണു പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ, അവൻ്റെ ഉള്ളിൽ സംശയങ്ങളുണ്ട്, അതവൻ തെളിയിക്കുക തന്നെ ചെയ്യും, ഇതൊരു തീയാണ്, എല്ലാത്തിനെയും കത്തിച്ച് ചാമ്പലാക്കാനുള്ള തീ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരദാമ്മ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ ശാലിനി ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതേസമയം വിഷ്ണു ആകെ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ചു പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നീലിമയ്ക്ക് എന്തായാലും സുസ്മിതയുടെ ഈ പ്രാവശ്യം കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ പിന്നെ നീലിമ വരും. വിഷ്ണുവിനെ ആ ഹോസ്പിറ്റലിൽ തിരക്കി പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിരിക്കും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്